ആരാധന ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന കരങ്ങൾ വീശി ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. ധ്യാനത്തിൽ പങ്കെടുക്കാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ അങ്ങ് ഞങ്ങളെ സ്പർശിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ധ്യാനത്തിലൂടെ ഉടമ്പടി ധ്യാനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങളെ സ്പർശിക്കുകയും ചെയ്യണമേ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൃപാസനത്തിന്റെ മുകളിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, ഇപ്പോൾ ഈ ദൈവജനത്തോട് ജോസഫിനോട് പ്രാർത്ഥിക്കണമേ. ഈശോയെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെയും ഒരു ഭക്ഷണമാണ് ഉടമ്പടി ധ്യാനം. നിങ്ങളെ നയിക്കുകയും നിങ്ങൾക്ക് വെളിച്ചം നൽകുകയും ഇരുട്ടിൽ പ്രകാശിപ്പിക്കുകയും നടക്കേണ്ട വഴി പറഞ്ഞു തരികയും എല്ലാം ചെയ്യുന്നത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്. ഇത് ഓൺലൈനിൽ ഒരാഴ്ച കൂടുന്നത് 2.5 ലക്ഷം ആൾക്കാരാണ് ഓൺലൈനിൽ ഒരാഴ്ച. അപ്പം അവരെയും എല്ലാം ഈ സമയത്ത് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടന ഉടമ്പടിക്കായി കൃപാസനത്തിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെയും ഈ ഉടമ്പടി ധ്യാനം അതാത് സ്ഥലങ്ങളിലിരുന്ന് ഓൺലൈനായി പങ്കെടുക്കുന്നവരെയും കർത്താവേ, നിന്റെ തിരുമുറിവ് വാർന്ന വലത് കരത്താൽ സ്പർശിക്കണമേ. തുറക്കപ്പെടട്ടെ എന്ന കൽപ്പനയാൽ ചെകിടന്റെ ചെവി തുറന്നതുപോലെ എല്ലാ മക്കളും അങ്ങയുടെ വചനം കേൾക്കാൻ അവരുടെ ആന്തരിക കർണപുടങ്ങളെ അങ്ങ് തുറക്കണമേ. അങ്ങേ കാണുവാൻ ആന്തരിക നേത്രങ്ങളെ അഭിഷേക വിധി പ്രകാരം അങ്ങ് പ്രകാശിപ്പിക്കണമേ. വചനം കേൾക്കുവാൻ ചെവികളെ നീ തുറക്കണമേ. അനുഭവിച്ചറിയുവാൻ, നിന്നെ കാണുവാൻ ആന്തരിക നേത്രങ്ങളെ നീ തുറക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞ് ആരാധിക്കുവാൻ അഭിഷേകം സ്വീകരിക്കുവാൻ ആരാധിച്ച അഭിഷേകം സ്വീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. മഹത്വം ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മറ്റ് ഒത്തിരിയേറെ പ്രാർത്ഥനാ രൂപങ്ങളുമായിട്ട് നിങ്ങൾക്ക് അനുഭവ പരിചയമുള്ളതാണ്. പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്നതും ഈ പരിചയമാണ്. മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന അതേ ഒരു പരിചരണം തന്നെയാണ് ഉടമ്പടിയിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയുടെ തനത് കൃപകൾ മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരുന്നത്. നമ്മൾ പലതും പല പ്രാർത്ഥനാ രൂപങ്ങളെയും പ്രയോഗിച്ച് ചിലപ്പോൾ വേണ്ടത്ര ഫലം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ രൂപങ്ങളുടെ അപ്പുറത്ത് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ സങ്കീർണമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയെ ആശ്രയിക്കുന്നത്. പക്ഷേ പലർക്കും ഒരു വിഷയം ഉടമ്പടിയുടെ സാക്ഷരതയുടെ ആനുപാതികമായിട്ടായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ഉടമ്പടിയെക്കുറിച്ച് നമുക്കൊരു വിദ്യാഭ്യാസം വേണമല്ലോ. അത് മറ്റു പ്രാർത്ഥന രൂപങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണ പോലെ സിമ്പിളായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ ഓപ്പറേഷൻ, ഒരു നൊവേന സിമ്പിൾ ഓപ്പറേഷനാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാക്ക്, നമ്മുടെ മനസ്സൊക്കെ ഉള്ളൂ, അല്ലേ? അത് പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഒന്നുമില്ല. അത് പാട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ രൂപമാണ്. അതിൻ്റെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് ഒരു പരിധികളുണ്ട്. കാര്യം അതൊരു സിംഗിൾ എഡ്ജ് പ്രെയറാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രാർത്ഥനകളും സിംഗിൾ എഡ്ജാണ്. നിങ്ങളാണ് അതിൻ്റെ അകത്തൊരു ഓപ്പറേറ്ററായിട്ട് വരുന്നത്. ആ പ്രെയർ ഓപ്പറേറ്റ് ചെയ്യണത് നിങ്ങളാണ്. അതിൻ്റെ എഫിക്കസി ഓഫ് ദി പ്രെയർ, അതിൻ്റെ ദൈവം കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിഷയം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. വാട്ട് ക്യാൻ യു ഡു? നത്തിങ്. അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിടുന്ന വിഷയമാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. എന്താ കാര്യം? ഉടമ്പടി മറ്റെല്ലാ പ്രാർത്ഥനയും ഒരു ഹ്യൂമൻ ഇനിഷ്യേറ്റീവായിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇപ്പോൾ ജപമാല സെൻറ്റ് ഡൊമിനിക്കിലൂടെ സഭയ്ക്ക് ലഭിച്ചതാണ്. കുരിശിൻ്റെ വഴി സെൻറ്റ് ഫ്രാൻസിസ് അസീസിയിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതുപോലെ ദിവ്യകാരുണ്യ ആരാധന ക്ലാര പുണ്യാളത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അതാത് കാലത്ത് സഭ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിക്കാണ് ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചാണത്. പക്ഷേ ഒരു ഡെഫിനിറ്റ് ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഈസ് ദെയർ. അങ്ങനെ ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉടമ്പടിക്കില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുൾ ഡിവൈൻ ഇനിഷ്യേറ്റീവാണ്. എന്നുവെച്ചാൽ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതാണ് ആദ്യം ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള പദ്ധതി ഒന്ന്. രണ്ടാമത്തത് എന്താണ്? ഇത് വാഗ്ദാനങ്ങളിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. മനുഷ്യന്മാരുടെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. മനുഷ്യന്മാർക്ക് രണ്ട് ഫാക്കൽറ്റി ഉണ്ടാവും, അല്ലേ? ഒന്ന് ഫിസിക്കാലിറ്റി. ഇപ്പം നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, PR, പ്രൊമോഷൻ, അതെല്ലാം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയെ ബന്ധപ്പെട്ട രോഗസൗഖ്യം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, അല്ലേ? സ്പിരിച്വൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള. ഇതിൻ്റെ അകത്ത് ഡെഫിനിറ്റായിട്ട് എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിലേക്കും നമ്മൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഫിസിക്കാലിറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാന്തിയെക്കുറിച്ച് ഒരു സിംഗിൾ റിസപ്ഷനിലേക്ക് നമ്മൾ ഒരു ആലപനത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ ഒക്കെ ഉള്ളതാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റുപറച്ചിലാണ് അത് മെക്കാനിസം ഉള്ളത്. എന്താണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? യേശു കർത്താവാണ്. റോമ 10:9 അനുസരിച്ചാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ എഫിക്കസി ഇരിക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞേ.
യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. അധരം കൊണ്ട് ഏറ്റുപറയുകയും. അധരം കൊണ്ട് ഏറ്റുപറയുന്നതാണ് ചൊല്ലണ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ. എല്ലാ പ്രാർത്ഥനകളും എഫിക്കസി ആകണത് ആ പ്രാർത്ഥനകളെല്ലാം ഒരു വാട്ടർമാർക്ക് ഉണ്ടാകണം. എന്താണത് വാട്ടർമാർക്ക്? എന്താണ്? എന്തെങ്കിലും വാട്ടർമാർക്ക് ആയാൽ പറ്റത്തില്ലേ? യേശു കർത്താവാണെന്നുള്ള അത് അതിൻ്റെ അണ്ടർലൈൻ, അതായത് നമുക്ക് നട്ടലിലൂടെ സ്പൈൻ പോണ പോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഉള്ളിലൂടെ യേശു കർത്താവാണെന്നുള്ള ആ വിശ്വാസത്യം സഞ്ചരിക്കണം. യേശു കർത്താവാണെന്നുള്ള വിശ്വാസത്യം സഞ്ചരിക്കാത്ത പ്രാർത്ഥനയ്ക്ക് ഫേക്ക് പ്രെയറാണ്. ഫേക്ക് പ്രെയറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുവിശേഷ വിഹിതമോ അല്ലെങ്കിൽ സഭാത്മകമോ അല്ല. കാര്യം സഭയുടെ വിശ്വാസം എന്താണ്? യേശു കർത്താവാണ്. അത് ഫസ്റ്റ് ഓപ്പറേഷൻ ആയുള്ളൂ. ഈ ചൊല്ലണ പ്രാർത്ഥനകൾക്കെല്ലാം ഈ എന്തുകൊണ്ടാണ് ഉടമ്പടി മറ്റ് പ്രാർത്ഥനകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് വെച്ചാൽ, ഉടമ്പടി സാധാരണ പ്രാർത്ഥനയിലെല്ലാം വരണത് യേശു കർത്താവാണെന്നുള്ള ആ വാട്ടർ മാർക്കോട് കൂടി നമ്മൾ അതിനെ നമ്മുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നാക്ക് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ എഫിക്കസി റിസൾട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് വർക്കൗട്ട് ചെയ്യും. ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ലെവൽ 1 വരുന്ന വിഷയങ്ങളെല്ലാം അത് കൈകാര്യം ചെയ്യും. പിന്നെ ടൈം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടൈമിൻ്റെ കാര്യത്തിൽ അത് സമയമാണല്ലോ ഇതിനകത്ത് വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് ഇല്ലേ. അതേപോലെ ഈ ടൈമിനെ കൺട്രോൾ ചെയ്യാനുള്ള എലമെൻ്റ് എന്താ പ്രെയറിലുള്ളത്? ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന ഇൻടേക്ക് സെപ്റ്റംബറിലെ ഇൻടേക്ക് എനിക്ക് കയറി പോകാൻ പറ്റിയില്ല. ഇനി ഏജൻറ്റ് പറയണ ഇനി കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു CS കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി കയറി പോകാം, വേണമെങ്കിൽ ചിലപ്പോൾ പറ്റിയേക്കും. അങ്ങനെയൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പറയണതേ. ഇല്ല, ഡെഫിനറ്റ് പറയണില്ലല്ലോ. അവിടെ ടൈമാണ് അവിടുത്തെ വില്ലൻ. ടൈമിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന ഈ സിംഗിൾ പ്രെയറിൽ ടൈമിനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒന്നുമുള്ള ഒരു ഫങ്ഷൻ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി നിങ്ങൾ ടെക്നിക്കലായിട്ട് നോക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മളിവിടെ ചെയ്യണത് മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് ടൈം കൺട്രോൾഡ് പ്രെയറാണ്. കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോയുടെ തിരുസേന അമ്മ എന്താ പറയണത്? എൻ്റെ സമയം ഇനിയും സമയമല്ലേ അവിടുത്തെ പ്രശ്നം അല്ലേ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ ആ കാനായിലെ കുടുംബത്തിന് ഭൗതികമായ ഒരാവശ്യം നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. ചിലപ്പോൾ നടന്നേക്കും, ചിലപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കത്തില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീഞ്ഞിൻ്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? ടൈം അവിടെ പ്രാധാന്യം ആകണം. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അതിൻ്റെ ടൈമിൽ നടക്കണം. അപ്പോൾ ഈ ടൈമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അമ്മ ഈ വിഷയം പറയണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. മനസ്സിലായി? ചൊല്ലുകയല്ല. അത് എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ടെക്നിക്കായിട്ട് ഇത് പഠിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ റിസൾട്ട് വരണത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അച്ഛൻ പറയുന്ന കാരണം കാര്യങ്ങളറിയാം. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. അത് എക്സിക്യൂഷൻ ലെവലിൽ അതിൻ്റെ പ്രയോഗപരതയിലേക്ക് കൊണ്ടുവരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെവിൻ ജോസഫ്, അങ്ങനെ അതൊരു മോഡൽ സാക്ഷ്യമാണ്. നെവിൻ ജോസഫ് കക്കനാടുള്ള ആളാണ്. നെവിൻ ജോസഫ് അയാളുടെ ഒരു സാക്ഷ്യമാണ് മോഡലായിട്ട് വന്നിരിക്കുന്നത് ഈ ആഴ്ചയിൽ. അയാളുടെ ബൈ പ്രൊഫഷൻ മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്, IT സയൻറ്റിസ്റ്റാണ്. IT സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ IT മേഖലയിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ.
അതിന് സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ. കാര്യം സെക്യൂരിറ്റി പ്രോബ്ലമാണ്. ഈ ഹാക്കേഴ്സ് ഉണ്ടല്ല, ബാങ്കിലൊക്കെ ഹാക്കേഴ്സ് കയറിയാനുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ബാങ്ക് പൂട്ടേണ്ടി വരും. അതിന് അവരെന്നാ ചെയ്യും? അവരെപ്പോഴും ഇതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെന്ത് ചെയ്യും? ഒരു റിസർച്ച് വിങ് എപ്പോഴും ഉണ്ടാവും IT മേഖലയിൽ. പുതിയ സോഫ്റ്റ്വെയർ, ഇപ്പോൾ നമ്മൾ വാട്സപ്പൊക്കെ നോക്കുമ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലേ? പക്ഷേ അങ്ങനെ പറഞ്ഞാലും പോലീസ് ഡീകോഡ് ചെയ്യുന്നുണ്ടത്. നിങ്ങളൊരു പ്രതിയാണ്, നിങ്ങളെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അപ്പം ഡീകോഡ് ചെയ്തിരിക്കും. അതാണ് വിഷയം. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ബാങ്കിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം. ഇവിടെയാണ് ഇദ്ദേഹത്തിന് ജോലി. പക്ഷേ ബാങ്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് അത് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി ഭയങ്കര. നമുക്കറിയാം, കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യും. ഇപ്പം നമുക്കിവിടെയൊക്കെ സർക്കാർ സർവീസിൽ കയറിയ 58 വയസ്സ് വരെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ യൂറോപ്യനിലെ കൺട്രീസിൽ പലപ്പോഴും വരുന്നത് പ്രോജക്റ്റ് വർക്കല്ലേ. 5 കൊല്ലത്തേക്ക് എഗ്രിമെൻ്റ് പ്രകാരം വർക്ക് ചെയ്യുന്നു. പിന്നെ ഏജ് ഓവറായി കഴിഞ്ഞാൽ നിങ്ങളെ മാക്സിമം അവർ മാറ്റാൻ നോക്കും. അവർ ഏജ് ഓവറായിട്ട് ആൾക്കാരെ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരമാണ് അവർ പരീക്ഷ വെക്കണത്. എപ്പോഴും ടെസ്റ്റ് എന്ന് പറയത്തില്ല. 5 കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ്. ആ ടെസ്റ്റിന് നമ്മൾ കയറി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാണ്. കാരണം എഗ്രിമെൻറ്റ് കഴിഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിലാവും. കുഞ്ഞുങ്ങൾ പഠിക്കണമെങ്കിൽ അവിടെ പഠനം വെള്ളത്തിലാവും. അപ്പോൾ കൊച്ചു കാര്യമല്ല, ചെറിയ കാര്യമല്ല. ജോലി പോയാൽ പിന്നീട് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ ഇവിടെ എന്താ ജോലി പോയെന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി അത് നെഗറ്റീവായിരിക്കും, പോസിറ്റീവ് ഒരിക്കലും പറയത്തില്ല. എനിക്ക് സൗകര്യം ഇല്ലാത്ത കൊണ്ട് ഇട്ടോട്ട് പോകുന്നു പറഞ്ഞാലും നെഗറ്റീവ് അല്ലേ? അതാണ് സംഭവം. അവിടുന്ന് തല ഊരി പോകുന്ന അവരെ ഡിസ്മിസ് ചെയ്താലും സസ്പെൻഡ് ചെയ്താലും അവരിപ്പോൾ ജോലിയില്ല, പ്രോജക്റ്റ് തീർന്നു പറഞ്ഞാലും എല്ലാം ഡിസ്മിസിൻ്റെ ഫലമാണ്. അപ്പോൾ ഈ ചെറിയ കാര്യമല്ല ഈ വിഷയം, ഭയങ്കര സീരിയസ് ആണ്. ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള വിഷയമാണത്. ഈ മനുഷ്യന് ആ ജോലി നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ വന്ന് ഉടമ്പടി ചെയ്യും. അതാണ് രസം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇത് റിസ്കി ഫാക്ടറാണ്, രക്ഷപ്പെടാനുള്ള സാധ്യത വല്ല 10-40% അതുകൊണ്ട് ദൈവം കൂടെ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പട്ടിണിയാകും. അതൊക്കെ പുള്ളിക്കറിയാം. ഹിസ് ഒരു ബേസിക് കാത്തലിക്കാണ് അയാൾ. പക്ഷേ ഉടമ്പടി ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്, അയാൾ തോറ്റുപോയി പരീക്ഷയ്ക്ക്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഒത്തിരിയേറെ കാര്യങ്ങൾ എന്നാൽ വളരെ ഉടമ്പടി നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അത് പ്രയോഗത്തിൽ വരുത്തുന്ന ആളാണ്. പക്ഷേ ഉടമ്പടി ഇയാൾ ചെയ്തിട്ടും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ആൾ നിർവഹിക്കുന്നുണ്ട്. ചൊല്ലുന്ന സംഭവം ഇതിൻ്റെ 20% ഉള്ളത് പുള്ളിക്കറിയാം. ബാക്കി 80% ചെയ്യുന്ന കാര്യങ്ങളാണെന്നറിയാം. ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടും പുള്ളി പരീക്ഷയ്ക്ക് തോറ്റുപോയി. പരീക്ഷയ്ക്ക് തോറ്റുപോയെന്ന് വെച്ചാൽ നമ്മൾ 8ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും തോക്കണ പോലെ അല്ല പരിപാടിയല്ലേ ഇത്. ജീവിതം പോവുകയാണ് അങ്ങോട്ട്. ഇനി വേറെ കൺട്രി പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും സ്കെയിലുണ്ടായാലോ സാലറിയുടെ എല്ലാം അങ്ങോട്ട് തിരികെയാണ്, എല്ലാം പൊളിച്ച് അയക്കണ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ മനുഷ്യ കടന്നു പോകുന്ന ഓരോ ജീവിതത്തിൻ്റെ ഓരോ ടെൻഷൻ ജംഗ്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ആ സാക്ഷ്യത്തെ പറയണ ഒരു കാര്യമുണ്ട്, ഞാൻ തോറ്റു പരീക്ഷയ്ക്ക്. എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇനി വെള്ളത്തിലാവും, എൻ്റെ ലൈഫിന് സ്പോയിൽഡാവും. പക്ഷെ ഞാൻ പരീക്ഷയ്ക്ക് ഈ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷെ ഞാൻ എൻകറേജ്ഡായെന്ന്. അതാണ് ആ സാക്ഷ്യം. അയാൾ നല്ല മാസ്റ്റർ ഡിഗ്രി എബോവ് ലെവൽ ഗ്രാജുവേഷൻ ഉള്ള കാരണം ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം. പുള്ളിക്കാരൻ ഞാൻ തോറ്റു, പക്ഷെ ഞാൻ എൻകറേജ്ഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ സ്വാഭാവികം നമുക്ക് എന്താ വരേണ്ടത്? ബോധക്കേടല്ലേ വരേണ്ടത്, അല്ലേ? എന്തെങ്കിലും കാര്യം ഇപ്പോൾ ബാങ്ക് ലോൺ തന്നില്ല, ബോധക്കേടായി. അല്ലെങ്കിൽ നമുക്ക് മകൾക്ക് കല്യാണത്തിന് വെച്ചിരുന്ന പണം അല്ല കല്യാണത്തിന് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾ മനസ്സമ്മതത്തിൻ്റെ തലേദിവസം വെച്ച് പറയുകയാണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്ക്, ഞാൻ കല്യാണം കഴിഞ്ഞ് സംഘടിപ്പിച്ച് തരാം, എൻ്റെ പൈസ ആയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും, ഇല്ലേ? അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഇതുപോലെയുള്ള ചില സമയത്ത് ഈ സമയങ്ങൾ നമ്മളുടെ ഒരു ഫ്ലോപ്പിംഗ് ടൈം, ആ ടൈം കൂടി പാക്കേജ് എടുത്തിട്ടാണ്
ദൈവം നമ്മുടെ സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? നമ്മൾക്കൊരു പരാജയം ഉണ്ടായാൽ, ഒരു അലാം സിറ്റുവേഷൻ ഉണ്ടായാൽ, അലാം സിറ്റുവേഷനിൽ കൂടി ആ സാഹചര്യത്തിൽ കൂടി നമ്മളിങ്ങനെ പൊതിഞ്ഞ് പിടിക്കാൻ പറ്റിയ പാക്കേജുകളോടും ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ദൈവം നമ്മുടെ സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് പിന്നെ അത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഐഫോൺ മേടിക്കുന്ന ആൾക്കാർ ചിലർ അങ്ങോട്ട് വിളിക്കും, എനിക്കെന്തിനാണ് ഐഫോൺ, അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് കേൾക്കണം, വരുന്ന ഫോൺ എടുക്കണം, അത്രയേ ഉള്ളൂ പറയാം. അപ്പോൾ എനിക്കെന്തിനാ ആൾക്കാർ ചോദിക്കണം, അതാണ് എനിക്കെന്തിനാണ് ഐഫോൺ, അങ്ങോട്ട് അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടാകുമല്ലോ, അതെനിക്ക് ആവശ്യമില്ല, എനിക്കെന്താ എൻ്റെ മകളെ വിളിക്കണം, അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അവൾ വിളിക്കുമ്പോൾ എടുക്കണം, അത്രയേ ഉള്ളൂ. ഈ പ്രേയറിലും ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം. എന്നുവെച്ചാൽ ദൈവാനുഭവത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായ ഒരു സ്പിരിച്വൽ തിയോളജി, ആധ്യാത്മിക വിദ്യാഭ്യാസം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ബിലോ ആവറേജ് ആയിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകും. ഉടമ്പടിയാണ് നമ്മൾ സബ്ജക്റ്റ്. ഇപ്പം ഉടമ്പടി ഈ വിഷയത്തെ എങ്ങനെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ മനുഷ്യൻ എന്താ പറയണത്? അയാൾ പറഞ്ഞത് എന്താണ്? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല വരപ്രസാദം നിറഞ്ഞെന്ന്. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഫസ്റ്റ് ടൈം ഐ ആം ഹിയറിങ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ കേൾക്കണത്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, ഞാൻ വേർത്ത് ബോധം കെട്ട് വീണെന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. അങ്ങനെയല്ല, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, അപ്പോൾ അയാളുടെ ലൈഫ് സ്പോയിലായിരിക്കും, പക്ഷേ എനിക്ക് ആ തോൽവി ഫീൽ ചെയ്യുന്നില്ല, ഞാൻ എൻക്രീസ്ഡായി, വരപ്രസാദം നിറഞ്ഞെന്നാണ് പറയണത്. അങ്ങനെ ഒരു മനുഷ്യൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ബ്ലെസ്സിങ് ഉണ്ട്, അനോയിൻറ്റിങ് ഉണ്ട്. പിടികിട്ടിയ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ബ്ലെസ്സിങ് മീൻസ് ഫിസിക്കൽ ഫേവേഴ്സാണ് ബ്ലെസ്സിങ് എന്ന് പറയണത്. കാര്യം ബ്ലെസ്സിങ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, ഇല്ലേ? ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലെസ്സിങ്സ് വെച്ചിരിക്കുന്നത്. ആ ബ്ലെസ്സിങ്സ് നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ്? അച്ഛൻ എൻ്റെ വയറിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നീട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റ് കാണാനില്ലെന്നാണ് സംഭവം. അതാണത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യം കേട്ടിട്ട് ഞാനിപ്പം ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണതാണ്. ഞാൻ ആദ്യം ആവശ്യമില്ലാത്ത സ്വരവും ബഹളം കാണിക്കാത്ത കാര്യം, ഇത് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ശാന്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് നല്ല ശരിക്കും നിങ്ങൾക്കിതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതൊരു ടെക്നിക്കൽ പ്രെയറാണ്, അല്ല നമ്മളുടെ മറ്റ് പ്രാർത്ഥന പോലെ ഇത് അട്ടുപൊട്ട് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല ഇതിൻ്റെ സാധ്യതകളെന്ന് പറയണത് നമ്മുടെ സാധാരണ പ്രാർത്ഥനയുടെ സാധ്യതകളല്ല, അതുക്കും മേലെയാണ് ഇതിൻ്റെ സംഭവം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ആന്തരിക ബോധ്യം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വാവാ, സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന്റെ സാക്ഷ്യത്തെ ഒന്ന് കമന്റ് ചെയ്താൽ നോക്കിയാൽ അതായത് ഇദ്ദേഹം പറയണത് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു. അപ്പം തോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ കയറി ഈ ആ മനുഷ്യന് ബോധം കിടണ്ട. കാര്യം കുഞ്ഞുങ്ങൾ പട്ടിണിയാവും, എല്ലാ തരത്തിലും ബ്ലോക്കാണ്. പക്ഷേ ഇയാൾ പറയണത്
എനിക്കത് ഫീൽ ചെയ്തില്ല. എനിക്കതിന് പകരം ഉള്ളിൽ ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്, കൃപ ഫീൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തോറ്റതായിട്ട് തോന്നിയില്ല. അത് എന്തുകൊണ്ടാണ്? അതിനാണ് നമ്മളെ ബൈബിളിൽ അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കന്മാരുടെ തല എണ്ണ ഒഴിക്കണ പരിപാടിയല്ലേ. ബൈബിളിൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ ആന്തരികമാണ്, ബാഹ്യമല്ല. ദൈവികമായ പ്രസൻസ് ഓഫ് ഗോഡാണ് ആ വർക്ക് ചെയ്യണത്. ദൈവത്തിന് ദൈവം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഉടമ്പടി ദൈവത്തെ സമീപിക്കുന്ന രീതിയുണ്ട്. അത് പക്ക ബിബ്ലിക്കലാണ്. ദൈവം ആരാണ്? ഇസ് എ പേഴ്സൺ അല്ലേ? പിന്നെന്താണ്? ആൻഡ് പവർ. രണ്ടും ആണ് ദൈവത്തിൽ നമുക്ക് കിട്ടുന്നത്. ദൈവത്തെ ഇപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ എടുത്താലും ത്രിത്വിക ദൈവം എടുത്താലും ദൈവം ബേസിക്കലി എന്താണ്? ഇറ്റ്സ് എ പേഴ്സൺ, വ്യക്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോഴേ ഒരേ സമയം തന്നെ രണ്ട് ഫാക്കൽറ്റിയാണ്. ബുദ്ധിയുണ്ട്, അതേസമയം തന്നെ ശക്തിയുമുണ്ട്, തിയറിയുമുണ്ട്, പ്രാക്ടിക്കലുമുണ്ട്. ദൈവത്തിൽ എല്ലാമുണ്ട്. ഇപ്പം ദൈവത്തിൻ്റെ ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 1:24 അത് എപ്പോഴും ഉടമ്പടിയുടെ ബേസിക് വാചനമാണത്. 1 കൊറിന്ത്യൻസ് 1:24 എന്താണ് എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും രണ്ട് കാര്യം പറയും. ഒന്ന്, പേഴ്സൺ ആൻഡ് പവർ ആണെന്ന് പറയും. അത് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയണത്, ഇല്ലേ? പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താ പറയണത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ വ്യക്തിയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അല്ലേ? അങ്ങനെ വചനമില്ലേ? എഫേസ്യസ് 4:30. നിങ്ങൾ ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ എഫേസ്യസ് 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സന്തോഷിക്കാൻ പറ്റും, ദുഃഖിക്കാൻ പറ്റുന്ന നമ്മളപ്പോൾ ഒരു വ്യക്തിയാണ്, അല്ലേ? ഒരു പേഴ്സണാണ്. സ്പിരിച്വൽ പേഴ്സണാണെന്നേ വ്യത്യാസമുള്ളത്. നമ്മൾ ഫിസിക്കൽ പേഴ്സൺസാണ്, ദൈവം സ്പിരിച്വൽ പേഴ്സണാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പക്ഷേ അപ്പോൾ തന്നെ ബൈബിൾ എന്താ പറയണത്? പരിശുദ്ധാത്മാവിനെ രക്ഷയുടെ കാലത്തിനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നെന്താണ്? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിയൻസ് 5:19. 1 തെസ്സലോനിയൻസ് 5:19 എന്താ പറഞ്ഞ? ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പോഴേ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നിർവീര്യമാക്കുകയോ വീര്യപ്പെടുത്തുകയോ ചെയ്യാൻ പറ്റണത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ആശ്രയിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവമല്ലേ? പക്ഷെ നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളുടെ കൃപയോടുള്ള സഹകരണത്തിൻ്റെ ആനുപാദ്യം അനുസരിച്ചിട്ട് പരിശുദ്ധാത്മാവ് വീര്യപ്പെടുകയോ. നമുക്കൊരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ 1 തെസ്സലോനിയൻസ് 5:19 ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പം നമ്മളതിനെ ഡീപ്പ് അവർ ചെയ്യരുതെന്നതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴേ അവിടെ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഹിസ് എ പവർ, അല്ലേ? ഒരു പവറാണ് പരിശുദ്ധാത്മാവ്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് അമ്മ മാലാഖയോട് ചോദിക്കത്തില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകണത്? എന്താ കാരണം? ഞാൻ പുരുഷനെ അറിയാത്ത ഒരു ജീവിതമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കന്യയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് അതെങ്ങനെയാണ് തമ്മിൽ ഇത് ടാലിയായി പോകണം എങ്ങനെയാണെന്ന് അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അമ്മ ഈ ചോദ്യം ചോദിക്കണത് മാലാഖ പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? 1:35 ലുക്ക 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവാണ്? അത്യുന്നതൻ്റെ ശക്തി. അതാണ് പ്രശ്നം. പരിശുദ്ധാത്മാവ് ശക്തിയാണ്.
ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായത് കാരണം അത് നമ്മുടെ മേൽ വരാൻ പറ്റുന്ന രീതിയിലേക്കാണ് ദൈവം അതിനെ പരിശുദ്ധാത്മാവിനെ മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഈശോയെ മോഡുലേറ്റ് ചെയ്തത്. ദിവ്യകുർബാന അങ്ങനെയല്ലേ വസിക്കണത്, അല്ലേ? ദിവ്യകുർബാനയെ വസിക്കുന്നത് നമ്മൾ ഈശോയല്ലേ നമ്മളിൽ വസിക്കണത്, പേഴ്സണല്ല വസിക്കണത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ റീഫോം ചെയ്യും. ഇപ്പോൾ എല്ലായിടത്തും കറണ്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ചില സ്കെയിലൊക്കെ വെച്ച് നമ്മൾ ഉരക്കുമ്പോൾ പേപ്പറൊക്കെ ചാടി പിടിക്കും. അതിൻ്റെ അകത്ത് ഒരു ഇന്നേറ്റ് എനർജി ഉണ്ട്, അല്ലേ? അപ്പോൾ കറണ്ടാണ്, ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ സ്കെയിലിൻ്റെ ഉള്ളിലിരിക്കണം, ഉരച്ച് കഴിഞ്ഞ് പിടിക്കുമ്പോഴാണ് മുടിയൊക്കെ പറന്ന് പിടിക്കണം, കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇന്നേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു എനർജി, ഈ ഫാനിൻ്റെ അകത്തൊരു എനർജി ഉണ്ട്. അതെന്താണ്? അത് സ്റ്റാറ്റിക്കായിട്ടുള്ള എനർജിയാണ്. അത് ഫാനിൻ്റെ ഡൈനാമിക്സത്തിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കൈനറ്റിക്കായിട്ട് മാറും, അല്ലേ? യാന്ത്രികോർജ്ജമായിട്ട് അങ്ങനെ മാറും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന വ്യത്യസ്തമായ രീതികളിലാണ് വർക്ക്. ഇതുപോലെ മനുഷ്യന്മാരിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ദൈവം ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ, നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം ക്രമീകരിച്ച് തന്നിരിക്കണില്ലേ? അതിനൊക്കെയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്. അല്ലാതെ ഞാൻ IELTS ജയിച്ചെന്ന് പറഞ്ഞുള്ള കാര്യത്തിന് മാത്രമല്ല നന്ദി പറയേണ്ടത്. ദൈവം നമ്മളിലേക്ക് എന്തുമാത്രം താഴ്ന്നത് നമുക്കറിയത്തില്ല. അതായത് ഒരു മനുഷ്യനെ വസിക്കുന്ന രൂപത്തിലേക്ക് ഈ ത്രിത്വത്തെ, ലോകത്തെ നയിച്ച് ഭരിക്കുന്ന ദൈവികമായ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് പറ്റുന്ന പരുവത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഭയങ്കര കൺവേർഷൻ അവിടെ നടന്നിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവം വ്യക്തിയും ശക്തിയും ഞങ്ങൾ വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച് ദൈവം ചെറുതായതിനെ ഓർത്ത് അതിന് ദൈവത്തെ പ്രേരിപ്പിച്ച അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ നന്ദി പറയുന്നു. മനുഷ്യരാശിക്ക് വേണ്ടി നന്ദി പറയുന്നു. ശ്രുതികട്ടെ. ഞങ്ങളോടൊത്ത് വസിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. ആരാധനയിലൂടെ ഞങ്ങളെ കണ്ടുമുട്ടുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹം പൂമാല ഈശോയെ മാറി സ്നേഹരാജാവേ എന്നുള്ളിൽ നിന്നും വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മെക്കാനിസം ഓഫ് സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിട്ടുപിരിയുക. അയാളെ പരീക്ഷക്കതേ തോറ്റുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്. മനസ്സിലായില്ലേ? രോഗം വരാം, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയരുത്. നമ്മളൊരു വിഷയത്തിൽ പരാജയപ്പെടാം. ചിലപ്പോൾ നിങ്ങളുടെ വിസ വി ആർ വെരി സോറി ടു ടെൽ യു എന്നൊക്കെ പറഞ്ഞ് സായിപ്പ് ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കത്ത് കിട്ടും. സംഭവം നടക്കത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അവർ നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്ന കാരണം ഭയങ്കര സ്വാപ്പിട്ടാണ് അവർ നമുക്ക് റിജക്റ്റ് ചെയ്ത കാര്യം നമ്മളോട് പറയണത്.
കാര്യം അവിടെ രീതി അതാണ്. ആളെ കൊല്ലാൻ തന്നെ കസേര ഇരുത്തി പതുക്കെ ഷോക്ക് ചെയ്ത് കൊല്ലുന്ന പാർട്ടിയല്ലേ. ആൾക്ക് തൂക്കി, നമ്മളാണെങ്കിൽ പിടിച്ച് തൂക്കിക്കൊല്ലു. അപ്പോൾ അവർ കൊല്ലണ രീതികൾക്ക് വ്യത്യാസമുണ്ടെന്ന് പറയാം. അവർ പറഞ്ഞിരിക്കണത് ഇതാണ്, നടക്കത്തില്ല, വേറെ രാജ്യം അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ അവർ ആദ്യം പഞ്ഞി വെച്ച് തൂത്ത്, സ്പിരിറ്റ് കൊണ്ട് തൂത്ത്, ഞാൻ കുത്താൻ പോകണമെന്ന് പറഞ്ഞ് എന്നിട്ട് കുത്തി, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാത്തവരോ നേരിട്ട് കുത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം നടക്കണ രണ്ട് കുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാവും ഇല്ലേ? നമ്മുടെ വിസ റിജക്റ്റ് ചെയ്തെന്ന് കേൾക്കുമ്പോഴേ ഷോക്കാവും. ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ മിനിമം ഹോളി സ്പിരിറ്റിന് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ അയാൾ അയാൾക്ക് ഷോക്ക് അടുപ്പിക്കാൻ പറ്റിയില്ലല്ലേ? നവീൻ ജോസഫിനെ ഷോക്ക് അടുപ്പിക്കാൻ പറ്റിയില്ല. അയാൾ പരീക്ഷയ്ക്ക് തോറ്റു. അയാൾ എന്താ പറയണത്? ആസിഫ് ഞാനതിൽ ജയിച്ച പോലെ എനിക്ക് തോന്നിയെന്നാണ് പറയണം. എനിക്ക് ഐ ആം എൻഗ്രേസ്ഡാണ്. ഇത് മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ്. എൻ്റെ മക്കൾ, നിങ്ങളുടെ ലക്ഷ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണദോഷങ്ങളിൽ ചിലപ്പോൾ സുഖമോ സന്തോഷമോ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആ ഒരു ലെവലിൽ നിങ്ങൾ മാറിയിട്ട് പരിശുദ്ധാത്മാവിനെ കീപ്പ് ചെയ്യാൻ നോക്കണം. കർത്താവ് നൽകിയ വചനം ഇതാണ്, ഫിലിപ്പിയർ 4:11. എനിക്കെന്താണ് കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയണത്. പിന്നെന്താ? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. Praise the Lord. Hallelujah. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അയാളെ അങ്ങേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. കാര്യം പഠിക്കണ കാര്യമൊക്കെ ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. 6:45 ഒന്ന് വായിച്ചേ. 6:45 യോഹന്നാൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ. സ്തുതിക്കട്ടെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സന്തോഷത്തോടെ തീ പോലെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും 4:45 വായിച്ചോളൂ. 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Praise the Lord എന്ന് പറഞ്ഞ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈ 6:45 കൂടെയാണ് ഫിലിപ്പിയർ 4:11 വായിക്കേണ്ടത്. എന്താണ്? എനിക്ക് എന്തിനും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങേരെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയണ. കൈയിടിച്ച് കർത്താവിനെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പം ഈ സാഹചര്യം IT പരീക്ഷയ്ക്ക് തോറ്റു, അതാണ് സാഹചര്യം. പക്ഷേ ഫിലിപ്പിയർ 4:11 ഇവർ വർക്കൗട്ട് ചെയ്തത് എന്താണ്? ആ സാഹചര്യത്തിൽ അയാൾക്ക് സംതൃപ്തിയുണ്ട്. എന്താണ്? അത് അയാളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഗ്രേസ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾ, നമ്മൾ എന്ത് സംഭവിച്ചത്? നമ്മളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്
ഒരു നല്ലതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നടക്കും. പക്ഷേ നെഗറ്റീവ് ഹാപ്പൻ ചെയ്താൽ നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണൊരു പ്രശ്നം. പക്ഷേ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി ആക്ച്വലി വി വിൽ ഫോക്കസ് അപ്പോൺ ദി നെഗറ്റീവ്സ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ? കാര്യം അനുഗ്രഹം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. അതിനകത്ത് PR-ഉം പരീക്ഷാ വിജയവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ രോഗസൗഖ്യമൊക്കെ അനുഗ്രഹത്തിലുള്ളതാണ്. അത് ഫിസിക്കാലിറ്റിയെ ബാധിക്കുന്നതാണ്. ഇനിയുള്ള വിഷയമെന്ന് പറയുന്നത് വേറെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അത് നെഗറ്റീവല്ല ശരിക്കും. ഞാനിപ്പോൾ ഒരു 90കളിൽ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി 90-ൽ എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു, ശുശ്രൂഷ കർത്താവ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് 84 തുടങ്ങിയ ശുശ്രൂഷയാണ്. അപ്പോൾ 90 എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. കൃപാസനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92-ലാണ്. രജിസ്റ്റർ ചെയ്യുന്ന മുമ്പ് തന്നെ എനിക്ക് കർത്താവ് പറഞ്ഞായിരുന്നു ഒരു കൗൺസിലിംഗ് സെൻറ്റർ തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലവും. അപ്പോൾ ഞാനന്ന് കൊച്ചച്ഛനാണ്, വെറും കൊച്ചച്ഛൻ, അച്ഛനായിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 34 കൊല്ലം മുമ്പുള്ള കഥ പറയണത്. അതായത് ഇപ്പോൾ ഓർപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം പറയണമല്ല, ഇപ്പോൾ ഇത് ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഞാനവിടെ ഈ 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഈ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, ആലപ്പുഴ ഉള്ളതാണ്, തീരദേശത്തെ സ്ഥലമാണ്. പിന്നെ അർത്തുങ്കൽ, നിങ്ങൾക്കറിയാം അർത്തുങ്കൽ. അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ നമ്മൾ ജോമാന നടത്തിയ പോലെ ഞങ്ങൾ 3 പേരും കൂടി ജോമാന നടത്തിയിട്ടുണ്ട്. ഞാനും തങ്കച്ചനും പീറ്ററും, ഞങ്ങൾ 3 പേര് ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. അവർ 30 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അവർ. അന്ന് ഞങ്ങൾ ഈ തുമ്പോളിൽ നിന്ന് അർത്തുങ്ക വരെ ജവമാലയും പിടിച്ചുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ്? 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചതിനെ വേണ്ടി ചെത്തിയൊരു സ്ഥലം കണ്ടുപിടിച്ച്, ചെത്തിയ സ്ഥലമുണ്ട് അവിടെ. 1 കൊല്ലം അതിനു വേണ്ടി അടയിരുന്ന പോലെ പ്രാർത്ഥിച്ച്. പക്ഷെ ആ സ്ഥലം കർത്താവ് തന്നില്ല. ആ രൂപതയുടെ പള്ളിയുടെ സ്വന്തം സ്ഥലമായിട്ട് പോലും പള്ളിക്കമ്മൻ്റെ തീരുമാനിച്ചത് പോലും എനിക്ക് കിട്ടിയില്ല ആ സ്ഥലം. പക്ഷെ 97 ഇവിടെ താമസിച്ചിരുന്നൊരു സന്യാസി വര്യനായ ഒരു ഫ്രാൻസിസ് ബ്രദർ ഉണ്ടായിരുന്നു. പ്രായമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഇടവക വന്നു ഒരു 11 മണിയായപ്പോൾ 97. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ സ്ഥലം കുറച്ച് അച്ഛന് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി എൻ്റെ സ്ഥലം കുറച്ച് ഈ കാണുന്ന ഇവിടെ അന്ന് ഈ തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. 2 തെങ്ങും കുറച്ച് തലപോയ തെങ്ങൊക്കെ ആയിരുന്നു. ഈ സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നടന്നിട്ട് എനിക്ക് 1,40,000 രൂപ കിട്ടി. നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വായ്പ വാങ്ങിച്ചതാണ്. ആ 40,000 രൂപയ്ക്കാണ് ആ സ്ഥലം, 1,40,000 രൂപയ്ക്ക് ഈ സ്ഥലം എടുത്തിരിക്കണം. 97 ഇത് 17 സെൻറ്റ് ബ്രദർ തന്നു. പിന്നെ ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ ഒരു സെൻറ്റ് 8 സെൻറ്റ് തന്നെ ആ കാണുന്ന ബിൽഡിങ് നിൽക്കുന്ന നിങ്ങളുടെ ഉടമ്പടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം 8 സെൻറ്റിന് ഏതാണ്ട് 37 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ കാലം മാറിയപ്പോഴേ പെട്ടെന്ന് ഇതിൻ്റെ ചേഞ്ച് വന്നു. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ വന്ന് കയറി ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വില കൂടിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ ചോദിച്ച സ്ഥലം ദൈവം എനിക്ക് തന്നില്ല. അതിന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് 1 കൊല്ലം പ്രാർത്ഥിച്ചില്ലേ അല്ലേ? ഞാൻ ചോദിക്കാത്തത് എനിക്ക് ദൈവം തന്നു. ആ ചോദിച്ച സ്ഥലം എനിക്ക് കിട്ടാഞ്ഞ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവും. കാര്യം അവിടെ ഒരു പുഴയുടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം വന്ന് തിരശ്ചീനമായിട്ട് പുഴക്ക് നേരെ കിടക്കിയിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് പൊളിച്ചിട്ട് 3-4 അടി പൊക്കത്തിലേക്ക് ആ പാലം 3-4 മീറ്റർ പൊക്കത്തിലേക്ക് ആ പാലം ഉയർത്തി. അപ്പോൾ ആ സ്ഥലത്തിലേക്ക് ഇപ്പം ഇറങ്ങണമെങ്കിൽ ഏണി വെച്ച് ഇറങ്ങണം. അതാണ് സംഭവം. അത് നമുക്കറിയത്തില്ലാഞ്ഞല്ലോ, അത് ഇന്നാളെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് നേരത്തെ മുൻകൂട്ടി നിൻ്റെ ഭാവിയിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകും. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പലതും മണ്ടത്തരങ്ങളാണ്. അതെങ്ങനെ തന്നാൽ നിങ്ങളുടെ കാര്യം ജീവിതം തീരും. നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പറയാൻ, കർത്താവ് ഇപ്പോൾ എൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം, നിനക്ക് കാര്യം അറിയാമല്ലോ, നിനക്ക് ഭാവിയും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഒത്തിരി സമർപ്പണത്തിൻ്റെ പോയിൻറ്റ്സ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും ഒരു കാര്യത്തിലും. അതുകൊണ്ട് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അമ്മയുടെ ഒരു വിഷയമെന്ന് പറയുന്നത്, അമ്മയുടെ ജീവിതത്തിലെ
ഒരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ കുറഞ്ഞ പക്ഷം ഒരു റിയാക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ മിണ്ടത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അമ്മയുടെ ഒരു രീതി. അപ്പം ഒരു നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്നത്, നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ പോസിറ്റീവിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പോസിറ്റീവിനേക്കാൾ പ്രാധാന്യമാണ് നെഗറ്റീവിനുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ബ്ലെസ്സിങ്സാണ്. കാഷ് ആൻഡ് കൈൻഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ് നമുക്ക് കിട്ടുന്നത്, ഫിസിക്കാലിറ്റിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവിൽ ഇപ്പോൾ ഇയാൾ ജോസഫ് നെവിൻ എന്താ പറയണത്? അയാൾ പറയണത് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എനിക്ക് ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്. അതിന് അഭിഷേകം എന്നാണ് പറയണത്, അനുഗ്രഹമല്ല. അഭിഷേകം എന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡാണ്, മറ്റത് ഇഫക്റ്റ് ഓഫ് പ്രസൻസാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് പ്രസൻസാണ്. ഇപ്പം നിങ്ങൾക്ക് കാറ്റ് അടിക്കുന്നുണ്ടല്ലേ, അതെന്താണ്? കറണ്ടിൻ്റെ ഇഫക്റ്റാണ്. മനസ്സിലായില്ലേ? കറണ്ട് അടിച്ചാൽ നിങ്ങൾ ചത്തുപോകും, കാറ്റടിച്ചാൽ നിങ്ങൾ ചത്തുപോകത്തില്ല. സിമ്പിളല്ലേ? അതെന്ന് വെച്ചാൽ കറണ്ട് കൃപയും അനുഗ്രഹം, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ്, അതിൻ്റെ ഇഫക്റ്റും അതായത് നമ്മൾക്ക് ലഭിക്കുന്ന കൃപ ലഭിച്ചാൽ അഭിഷേകമാണ് ഉണ്ടാകുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ ആനുകൂല്യങ്ങളാണ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. ഈ പലപ്പോഴും നെഗറ്റീവ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടാത്തപ്പോൾ ദൈവം ഒന്നും തരാതിരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? ഇപ്പം നിങ്ങളുടെ ഒരു കല്യാണം മനസ്സമ്മതം കഴിഞ്ഞതാണ്. പക്ഷേ മനസ്സമ്മതം കഴിഞ്ഞാൽ അറിയണത് നമുക്ക് പറ്റിയ കക്ഷിയല്ലെന്ന് പറയുമ്പോൾ ആ കല്യാണം വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ചില പെൺപിള്ളേർ കണ്ടില്ലേ, അവിടെ കട്ടിലെ പോയി ടാ പോലെ ഈ തേരട്ട പോലെ കിടക്കും, വിളിച്ചാൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ അവരുടെ അഭ്യാസം കാണിക്കും അവിടെ. കാര്യം അവൾക്കറിയാം, അവൾക്ക് ചമ്മലാണ് ഭയങ്കര. അവൾക്ക് എന്തോ സൗന്ദര്യം കുറഞ്ഞിട്ട് കല്യാണം പോയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണത്. അത് വീട്ടുകാർ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടി അവൾ തേരട്ട പോലെ ചുരണ്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇനി അവളെ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ കാരണമാണ് കല്യാണം പോയെന്നുള്ളത്. ആ സംഭവം നമ്മുടെ ഗോളിലിട്ട് ആ പോസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് അവളെ കിടപ്പ് കിടക്കുന്നത്. ഒരു തന്ത്രമാണ്. ഇങ്ങനെയൊക്കെ ഒന്നിറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. നിങ്ങൾ സ്പിരിച്വാലിറ്റി ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. നിങ്ങൾ തുറന്ന കാര്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ ഒരു മനസ്സ് തുറന്ന രീതി ദൈവത്തെ സമീപിക്കണം. ദൈവമേ, ദിസ് ഈസ് ദ ഫാക്ട്, ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നാമത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് വിളമ്പിത്തരുന്നത് എന്തായാലും കയ്പായാലും മധുരമായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് വിളമ്പിത്തരുന്നത് അങ്ങ് കൊണ്ടാണ്. അപ്പൊ എന്റെ വിഷയത്തെക്കാൾ വലുതാണ് എനിക്ക് നിന്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, ആത്മത്തിനില്ലായ്മയും എന്റെ അകതാരിൻ വല്ലായ്മയും എന്റെ ആത്മത്തിനില്ലായ്മയും എന്റെ അകതാരിൻ വല്ലായ്മയും സർവ്വയേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവ്വയേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താണ് ജോസഫ് നെവിനെ കുറിച്ച് പറയുന്നത്? ആ പരീക്ഷയുടെ പരാജയത്തിൻ്റെ പൊള്ളല് അയാൾക്കത് ഫീൽ ചെയ്തിരുന്നില്ലെന്നല്ലേ അർത്ഥം. നമ്മുടെ കുഴപ്പം എന്താ? നമുക്ക് പൊള്ളൽ ഫീൽ ചെയ്യുന്നുണ്ട്.
മനസ്സിലായ? അപ്പം അതാണ് ഈ ജഡം മനുഷ്യനെന്ന് പൗലോസ് പറയണത്. ജഡം കർത്താവും അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതാണ് കർത്താവ് ജഡത്തെക്കുറിച്ചുള്ള അസസ്മെൻ്റ്. അതാണ്. അപ്പം ജഡത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചാൽ അത് പരാജയമായിട്ട് കരുതരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ശരീരമായി അടിസ്ഥാനപ്പെടുത്തി എൻ്റെ ശരീരത്തെ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ, എന്തെങ്കിലും ന്യൂനതകൾ ഒരു പരാജയം സംഭവിച്ചാൽ, ഒരു പരാജയം പരാജയമായി തോന്നാത്ത വിധത്തിലെ അത് പരാജയമായി കർത്താവിന്റെ അഭിഷേകം നൽകണമേ. കർത്താവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആവിയും പൊള്ളലും നെഗറ്റീവ്സിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കല്യാണം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു വസ്തു എടുക്കാമെന്ന് പറഞ്ഞു, അവർ നമുക്ക് അഡ്വാൻസ് തന്നതാണ്, ഇപ്പോൾ സമയമായപ്പോൾ ഇപ്പോൾ ഡേറ്റ് മാറ്റി അവർക്ക് വേണ്ട, നിങ്ങൾ അത് മറിച്ച് കൊടുത്തോ, ഞങ്ങൾ തന്ന കാശ് വല്ലപ്പോഴും തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ സ്കൂട്ടായി പോവുകയാണ്. അവർ കാശില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ നമുക്ക് പറ്റിയിരിക്കണത് ഈ 50 ലക്ഷം കിട്ടിയിട്ട് നമ്മൾ 50 പേരോട് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ടുണ്ട്, ഇത്താം തീയതി പ്രമാണമാണ്, കാശ് കിട്ടിയ ഉടനെ തരാമെന്ന്. ഇപ്പോൾ അവന്മാരെല്ലാം ഇങ്ങനെ പാമ്പ് കൊത്താമണ്ണ പോലെ നമ്മൾ കൊത്താൻ വരും. ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. അതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പരാജയങ്ങളോ ആകസ്മികമായി ഉണ്ടാകുന്ന തകർച്ചകളോ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ മുന്നോട്ട് പോകുന്നത്. അതാണ് നീ അഗ്നിയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞോ ഇല്ലല്ലോ. ഐസയ 43:2 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, കുമ്പിടുന്നു. ശ്രുതികട ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. ഞങ്ങളിതാ ദിവ്യനായക സവിധി സന്തോഷത്തിൽ പാടുക. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പറഞ്ഞ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആദ്യത്തെ വായിച്ചേ സമുദ്രത്തിലൂടെ വായിച്ചേ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്താ സമുദ്രം എന്ന് പറഞ്ഞ? കണ്ണീര് സമുദ്രമാക്കി പോകണേ. കരച്ചിൻ്റെ കാലമാണ് ഈ പറയണത്. അല്ല നമ്മളാരും ഇങ്ങനെ സമുദ്രത്തിലൂടെ വണ്ടിയും വള്ളവും പിടിച്ചു പോണ കേസല്ല. കണ്ണീരിൻ്റെ കാലമാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കണ്ണീരിൻ്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും പറഞ്ഞേ, കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും വായിച്ചോളൂ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയുമില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എന്തുകൊണ്ടാണ് നദിയിലൂടെ നടക്കുമ്പോൾ മുക്കിക്കളയാത്തത്? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുക്കിക്കളയത്തില്ല. അപ്പം നിങ്ങളവർക്ക് നമ്മൾ പെരിയാറിലൂടെ പമ്പാ നദിയിലൂടെ പോണ കേസല്ല, കടമാണ് ഈ വിഷയം. മനസ്സിലായില്ലേ? 44 കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 കോടി രൂപ കടമാണ്. അപ്പം 4 കോടിക്കും 44 കോടിക്കും ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് മുമ്പിൽ വരികുമ്പോഴാണല്ലോ ഇത് നദിയായിട്ട് മാറണത്. അപ്പം 44 കോടി രൂപ കടവാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. എന്താ സംബന്ധിച്ച കൊറോണ വന്നപ്പോൾ അവിടെ കമ്പനിയുടെ അടച്ചുപൂട്ടില്ലേ അല്ലേ? അടച്ചുപൂട്ടിയോട് കൂടി പിന്നെ ലോണൊക്കെ എടുത്തപ്പോൾ കൂടിപ്പോയില്ലേ, പലിശ കൂടിയില്ലേ. ബാങ്കുകാരൻ ഇപ്പോഴും നമുക്ക്
ഒന്നും വകവെച്ച് തരണില്ലല്ലോ. സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ സർക്കാർ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ബാങ്കുകാർ പറയും സർക്കാർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ കേസ് പൈസ തന്നിട്ടില്ലെന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്ന് പറയും. എല്ലായിടത്തും ഇല്ല ഇല്ല എന്നല്ല പറയണത്, എല്ലാം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സർക്കാർ തരാമെന്ന് പറഞ്ഞ കൊറോണ വിഹിതമായിട്ട് തരാമെന്ന് പറഞ്ഞ പൈസ അടച്ചിട്ടില്ല. അവിടെ എന്താണ് ഇല്ല എന്നല്ലേ പറയണം, ഇല്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ ലോൺ തരാൻ പറ്റത്തില്ല, ഇല്ല. ഈ ഇല്ല അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇല്ലയാണേ, ആ പുരാതനമായ ഇല്ല ഇല്ലേ. ഇന്ന് ആധുനികമായ ഇല്ലയിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാം ഇല്ല തന്നെ വിഷയം. ഒരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവിടെ ഇടപെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇടപെടുത്താൻ പറ്റിയ കറക്റ്റ് ഫോർമുലയാണ് അമ്മ പറയണത്. എന്താണ്? ദൈവത്തെ ഇങ്ങനെ വിളിച്ചപേക്ഷിച്ച് ഇടപെടാൻ പറ്റുന്ന കേസല്ല. പിന്നെന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അതാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ ഞാൻ ആരാധിക്കുന്നു. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ